1 മുതൽ 3 വരെ എഴുതിയിട്ട് പറയും. നാല് വരെയാണ്. കാണാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ്. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞിങ്ങനെ അടുത്ത് കൊടുക്കാം. ഓക്കെ. ആയിരത്തി 1914 DK കാർവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏത്? ആനന്ദമഠ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തെ അടിച്ചിളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചത് ഗാന്ധിജി. നാലാമത്തത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. അഞ്ചാമത്തത് ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാൽ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം. എട്ട് വരെയാണോ എഴുതിയത്? ഓക്കെ. 7 ഓപ്ഷൻ സി സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയില്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏത് ഭരണഘടനാ സ്ഥാപനം? ഇലക്ഷൻ കമ്മീഷൻ. 8 ബി പാർലമെന്റ്. സോറി.
പാർലമെന്റ്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യറി അധികാരിയായി പ്രവർത്തിക്കുക. ഉപതെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നു. ബി. യൂട്യൂബ് വഴി കാണുന്നവർക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആപ്പ് വഴിയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. PDF-ഉം കിട്ടും. പത്ത്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 9 ഓപ്ഷൻ ബി. മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലിക അവകാശമാണല്ലോ. തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം DPSP, ലഹരി വസ്തുക്കളുടെ നിരോധനം DPSP-ല്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും. പ്ലേറ്റോയോ? ഓക്കെ, ഓപ്ഷൻ എ. കറക്റ്റ് ആയിട്ട് എക്സാം എഴുതണം. എന്നാലും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും, ഞാൻ ഗ്യാരണ്ടി. കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ച് പറയുന്നതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞു. 11 ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. കല്ലുമാല സമരം, അയ്യങ്കാളി. ശരി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴച്ചു. സ്വദേശ അഭിമാനി പത്രം സ്ഥാപിച്ചു. വക്കം മൗലവി. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ്? ലണ്ടൻ തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭനെ നേതൃത്വത്തിൽ സവർണ ജാഥ നയിച്ചത്? 14 ആൻസർ ഓപ്ഷൻ ബി, നവംബർ 1, 24. ഷിഫാന എനിക്കറിയാലോ. ഷിഫാന ആദ്യമായിട്ടാണ് ലൈവില്. ഷിഫാന, നല്ല ഫെമിലിയർ പേര്. ഒന്നേകാൽ കോടി മലയാളികൾ. ഇതില്ലാത്തൊരു ചോദ്യവും PSC-യിൽ. EMS നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്?
16 സി. 18ാമത്തെ ലോക്സഭ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്നത്തെ എക്സാം വളരെ സിമ്പിൾ ആണ്. ഈ സിമ്പിൾ എക്സാമിനകത്ത് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കണം. ഫീൽഡ് വർക്കറോ അങ്ങനെയാണ് അടുത്ത പരീക്ഷ വേണ്ടത്. സി. ബന്ധമില്ലാത്ത പ്രസ്താവന. പഞ്ചശീല തത്വം. ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ 54. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തത്വം. ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇല്ലല്ലോ, നെഹ്റു അല്ലേ ആ ടൈമിലുള്ളത്? ജവഹർലാൽ നെഹ്റു ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ചൗ എൻ ലാ. അയൂബ് ഖാൻ എവിടെ ഇരിക്കുന്നു? ചൈന എവിടെ ഇരിക്കുന്നു? പാകിസ്ഥാൻ എവിടെ ഇരിക്കുന്നു? അല്ലേ? താഷ്കന്റ് കരാറാണോ അയൂബ് ഖാൻ? സിന്ധു നദീജല കരാർ ആരുമായിട്ടാണ്? നെഹ്റു അയൂബ് ഖാൻ തന്നെയാണ്. 1960 സെപ്റ്റംബർ 19. തെറ്റിപ്പോയാണ്. നിങ്ങളെ പിള്ളേരെ സ്ക്രോൾ ചെയ്താണ് സ്ലൈഡായി സ്ക്രോൾ ആയത്. കാലഗണനാക്രമം. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. 19ന്റെ ആൻസർ ഓപ്ഷൻ എ. ബഹിരാകാശ സമിതി ഏതാ വർഷം? 1962. ബഹിരാകാശ ഗവേഷണ സംഘടന 69. ആര്യഭട്ട. ചന്ദ്രയാൻ ദൗത്യം 2008. മംഗൾയാനോ? ആര്യഭട്ട 1975. ഓക്കെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും രൂപീകരിക്കാൻ സഹായിച്ചതും. തെറ്റായ ജോഡി ഏത്? 20. ഓപ്ഷൻ ഡി 4. ഫിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. അല്ല, ബൊക്കാറോ ആരാ? റഷ്യ. USSR. OMR ഇല്ലാത്തവർ OMR സംഘടിപ്പിച്ചിട്ട് എഴുതണേ, എന്നാലേ ഒരു പ്രയോജനം കാണത്തുള്ളൂ. വെറുതെ മോക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഗ്രേഡ് കൂടത്തില്ല, കോൺസെൻട്രേഷനും കൂടത്തില്ല, പരീക്ഷാ ഹാളിലെ വെപ്രാളവും കുറയത്തില്ല. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. 21 ബി. 1, 3, 4. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് ഊന്നൽ നൽകിയത്. അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാ ആൻസറും ഇല്ലേ? ഹാരോഡ് ഡോമർ മോഡൽ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. നെഹ്റു.
പ്രിലിംസ് പരീക്ഷ വരുന്നില്ലേ, അതിനൊക്കെ ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ഇനി ഒരു ഒക്ടോബറിൽ ഒരു പ്രിലിംസ് പരീക്ഷ വരുന്നുണ്ടല്ലോ, അപ്പെക്സ് കോർപ്പറേഷൻ സൊസൈറ്റീസിലൊക്കെ, അതിനൊക്കെ യൂസ് ചെയ്യാം ഇത്രയും ലെവലില്. ത്രീ ആൻസർ ഉണ്ടോ? സുമൻ ഭരതനാണ് ഇപ്പോഴും വൈസ് ചെയർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് ഡേറ്റ് 24, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. 23 അത് മാത്രം ആലോചിച്ചാൽ മതി. ഓപ്ഷൻ സി കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. പട്കായും, മിസോ കുന്നുകൾ, ഗാരോ ഖാസി. സിമ്പിൾ ആണല്ലോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനിത്. ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരം, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. തെറ്റല്ലേ? ഡെൽറ്റകൾ ഉണ്ടാവുന്നത് അപ്പുറത്തല്ലേ. കായലുകളും നദീമുഖങ്ങളും ഉണ്ടാകുന്നു. വീതി കൂടുതൽ. 26 സി. ശരിയല്ലാത്തത് 2, 4. പേടിച്ചു പോയി ഞാൻ. ശരിയല്ലാത്തത് ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. പറയട്ടെ. 27 ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ? 27 ഓപ്ഷൻ ബി. അറബിക്കടലല്ല, ബംഗാൾ ഉൾക്കടലിലാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നു ആൻഡമാൻ. ശരി. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. 36 ഉൾക്കൊള്ളുന്നത് ലക്ഷദ്വീപാണ്. താഴെ നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാണ്ട്ല, നവശേവ, പാരദ്വീപ്, ഹാൽഡിയ. 28 ഓപ്ഷൻ ഡി. 3, 4 പാരദ്വീപും ഹാൽഡിയയും. കാണ്ട്ല, നവശേവയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തുള്ള. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് ഏത് സ്ഥലത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര കൃഷ്ണ നദിയുടേതാണ്. ഓപ്ഷൻ എ.
അല്ലയോ? ഓപ്ഷൻ ബി. ചീയപ്പാറ ഇടുക്കി അല്ലേ? വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. എനിക്ക് കേരള ഫാക്സ് ഇഷ്ടമേ അല്ല. എനിക്ക് എപ്പോഴും തെറ്റുന്നത് കേരള ഫാക്സിലെ കുറെ വെള്ളച്ചാട്ടവും കുറെ മലനിരകളും ഒക്കെ. ഇഷ്ടമാണോ? പണ്ട് തൊട്ടേ ഞാൻ അധികം പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക് കേരള ഫാക്സ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദി കക്കി കല്ലാറ്. കക്കി കല്ലാറ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. 2 ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. സോ 31 ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണോ? പമ്പയുടെ ആയിരുന്നല്ലേ. പരീക്ഷ ഹോളിൽ വെച്ച് ഈ പമ്പ എന്നൊക്കെ കണ്ടില്ലെങ്കിൽ തീർന്നു. പെരിയാറിന്റെ ബാക്കി ഇങ്ങനെ വായിച്ച് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അബദ്ധങ്ങൾ പറ്റുന്നത് അല്ലേ? ഇല്ല, ഞാൻ ഇത് വായിച്ചപ്പം വിചാരിച്ചു പെരിയാറിന്റെ അല്ലല്ലോ, പമ്പയുടെ ആണല്ലോ ഈ കക്കി കല്ലാറെന്ന് ഞാൻ മനസ്സിലങ്ങ് വിചാരിക്കും. എന്നിട്ട് ആ പമ്പയെ കണ്ടില്ല, ഇതുവരെ കണ്ടില്ല. ഇപ്പൊ ലാസ്റ്റിലെ ഓപ്ഷൻ എല്ലാം ശരിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ വെമ്പനാട്ട് കായലിലെ പമ്പയെ ഞാൻ കണ്ടത്. ഈ പരീക്ഷാ ഹോളിൽ നമുക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്, പകുതി വായിക്കത്തുള്ളൂ ചിലത് ആക്രാന്തം മൂത്തിട്ട് വരുമ്പോ. അതായത് നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് കാണും ഈ പെരിയാർ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഓവർ കോൺഫിഡൻസ്, അത് പണി കിട്ടും. അങ്ങനെയൊന്നും ചെയ്യരുത്, മൊത്തം വായിക്കണം സമാധാനത്തിൽ. വെപ്രാളം പിടിക്കുമ്പോഴായി പകുതി വായിക്കാത്ത. ഞാൻ ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷ ഹോളിലെ അനുഭവങ്ങൾ ഉണ്ടാവും, അപ്പൊ അതൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളെ തെറ്റിക്കാനല്ല, ഒരു അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടി. കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ഏത്? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. 32 ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1, 2, 4. 1, 2, 4. ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. പാമ്പാടും ചോല രൂപീകരിച്ച വർഷം 2003 ആണോ? എന്റെ കണ്ടന്റെല്ലാം ശരിയായില്ല. ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളം. ഇർഫാന വന്നു. ഇർഫാന ഇത് മൊത്തം അങ്ങ് കേരളത്തിന്റെ കളിയാണല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 33 ഓപ്ഷൻ ബി. തെറ്റായ പ്രസ്താവന. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? കുറ്റ്യാടി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി, കാനഡ. സ്ഥാപിത ശേഷി 780 അല്ലെ? 780 അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു? കുറ്റ്യാടി. മലനാടുകളെ സംബന്ധിച്ച് ശരിയല്ലാത്തതിന് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കണം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം.
മലനാടുകൾ. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാട്ടിൽ നിന്നാണ് നദികൾ മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങൾ ആണ്. 34 ആൻസർ ഈസ് ഓപ്ഷൻ എ, ഒന്ന് മാത്രം. ഇടനാടല്ലേ ഈ 7.5 75 വരെ? ഓക്കെ. അത് 860 എന്നാ തോന്നുന്നത്. ആണോ? ഹോഴ്സ് പവറോ? 700 സംതിങ്. എനിക്ക് കണ്ടന്റ് അറിയാമെന്ന് ചോദിക്കുകയാണോ? കൊള്ളാലോ. കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരല്ല? വേണമെങ്കിൽ ഞാൻ ഒരു കിൻഡൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു തരാം. വേണോ? 1, 2, 4. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. ആ 760 എന്തിൻ്റെതാ? ഇടുക്കിയുടേതോ? 780 ഇടുക്കി. 760 ഒന്നിൻ്റെതും ഇല്ല. 846, 860 ഒക്കെയാണ്. മത്സ്യബന്ധന മേഖലകളുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 741 ഉള്ളൂ കൊങ്കണിന്റെ. പോരാലോ. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. 36 ഓപ്ഷൻ ഡി. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 2, 3. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനും. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏതാ? തിരുവനന്തപുരം. കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്റർ. 760. 760, 860 അല്ലായിരുന്നു, 700. 98 രൂപീകരിച്ചു, കംപ്ലീറ്റ് ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? 37 ആൻസർ ഈസ് ഓപ്ഷൻ എ, പെരിയാർ വന്യജീവി സങ്കേതം. വർഷം പറയാമോ? 50 ആണോ? താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ. 38 സി, പത്തനംതിട്ട. ഈ 42 വരെ അവിടെ അനങ്ങാതിരുന്ന് ബബിൾ ചെയ്തിട്ട് പറയുക.
39. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രയുടെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്. 40. ഓപ്ഷൻ ഡി. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ടല്ലോ അല്ലെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 41. ബി. SK വസന്തൻ. കിട്ടി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. 42. ആൻസർ ഈസ് ഓപ്ഷൻ എ. കെടാവിളക്ക് പദ്ധതി. 1 മുതൽ 8 വരെ ഉള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, എയ്ഡഡ് സ്കൂളുകൾ. നാപ്പത്തി 47 വരുമ്പം പറയണേ. ക്യാൻസൽ ആണ്. ഈ വിഷ്ണുപ്രിയ ഏതെങ്കിലും ബാച്ചിലുണ്ടോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ആ വിഷ്ണുപ്രിയാണ് ഈ വിഷ്ണുപ്രിയ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. 43. ആൻസർ ഈസ് ഓപ്ഷൻ സി. വിരാട് കോഹ്ലി അല്ലേ? ചീറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെ? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. 44. ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ്. നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് VP മേനോനും സർദാർ പട്ടേലും. 45. ആൻസർ ഈസ് ഓപ്ഷൻ സി. അമ്പത് വരെ സ്വസ്ഥമായിട്ട്. ഇനി എല്ലാം ചെറിയ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ആ ജോലി ഇനി കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യണേ. ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടുമില്ല. 47 ആൻസർ ഉണ്ടോ? റോബസ്റ്റ. 2 ആൻസർ ഉണ്ട്. അറബിക്കയും റോബസ്റ്റയും ആണോ? PSC ഏതായിരിക്കും ഉദ്ദേശിച്ചത്? നാളത്തെ എന്തായിരുന്നു? അറബിക്ക എന്നാണോ? SRTയിലെ കണ്ടന്റ് എന്തുവായിരുന്നു? അറബിക്കയാണോ അതോ റോബസ്റ്റയാണോ? മുന്തിയത് അറബിക്ക. സ്ലൈഡ് ഉണ്ടാക്കി എന്റെ കൈ വയ്യ. ഇവിടെ ഭയങ്കര വേദന. കേരളത്തിലുള്ളത് എന്തുവാ? അറിയത്തില്ല. 2 ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നാളില് 47 എഴുതണ്ട. അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടത്തില്ലേ? പുതിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്ത ഒരു മെത്തേഡാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 46, 47, 50 ഇപ്പൊ ഇങ്ങനെ നമ്മൾ ബബിൾ ചെയ്യാൻ കിടക്കുമല്ലേ. ഇങ്ങനെ 5 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ ഇങ്ങനെ കിടക്കുവാണ്.
അപ്പൊ നമുക്ക് ഞാൻ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞു, 50 എഴുതി കഴിഞ്ഞെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പം 46ന്റെ ആൻസർ സി ആണെന്ന് വിചാരിക്കുക. അടുത്തതിന്റെ ആൻസർ എ ആണെന്ന് അറിയാം, അടുത്ത അറിയത്തില്ലെന്ന് വിചാരിക്കുക, അടുത്തത് ഒരു ഡി ആണെന്ന് വിചാരിക്കുക, പിന്നെ 50ന്റെ ആൻസർ ഡി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം ഇങ്ങനെ കുത്തയിട്ട് വെക്കാവും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകത്തില്ല. അതായത് നമ്മൾ ചിലപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ശ്രദ്ധ വരും, എഴുതി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അയ്യോ എന്നൊരു രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരു ലക്ഷണം ഉണ്ടല്ലോ. എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ പറ്റുമായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ടൈം കൊണ്ട് ഈ ബബിള് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആ ക്വസ്റ്റിലേക്ക് നോക്കാം, ഇത് തന്നെയാണോ നമ്മൾ എന്നിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഒരു അവസരമുണ്ട്. പക്ഷെ ഇവിടെ പെട്ടെന്ന് അങ്ങ് വെപ്രാളത്തിൽ നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലേഡ് കൊണ്ടൊന്നും ഒരു കാരണവശാലും ചുരണ്ടാൻ പോകരുത്. അത് പോയത് പോയെന്ന് വിചാരിച്ചോളാം. അല്ലാതെ ബ്ലേഡ് ഒക്കെ ചിരണ്ടി പിന്നെയും ടെൻഷനിലേക്ക്, അതായത് പല അബദ്ധങ്ങളും പിന്നെ നമ്മൾ കാണിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം നമുക്ക് ആ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് നമ്മൾ അവിടെ കറക്റ്റ് തന്നെയാണോ, ഇനി അതല്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്യാം, ആൻസർ മാറിയിട്ടുണ്ട് എങ്കിൽ. അതാണ് ഇങ്ങനെ കുത്തുന്നതുകൊണ്ടുള്ള ഗുണം. പെട്ടെന്ന് നമുക്ക് കൈയും കഴിക്കത്തില്ല, പേന അങ്ങ് മാറ്റി വേണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് വെക്കാനും പറ്റും. മനസ്സിലായോ? ഇത് നമ്മൾ കുറച്ചു നേരം ബബിൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കഴിക്കും, അതെല്ലാവർക്കും വരുന്ന സംഭവമാണ്. അതിനാണ് ഈ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പരീക്ഷാ ഹാളിലെ കൈ വിയർക്കുന്ന ആ ജോലികളൊക്കെ കുറെ കുറയും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ പരീക്ഷാ ഹാളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ടൈം, ഒരു 5-6 മിനിറ്റ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പണ്ടോട്ടെ ഞാൻ പറയുന്നതാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ നോക്കി ചെയ്യുമ്പോൾ ഒത്തിരി കറക്ഷൻസ് വരാറുണ്ട്, അപ്പുറത്തോട്ട് മാറിപ്പോവാറുണ്ട്. പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ടെൻഷൻ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. 46B ചിലർ പറയുന്നില്ലേ, മാറി കറപ്പിച്ചു എന്ന് ചിലർ പറയത്തില്ലേ, അയ്യോ 3-4 മാറി. കുറെ പിള്ളേർക്ക് സന്ധ്യയ്ക്കും ഒക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. 3 റാങ്ക് കിട്ടിയ സന്ധ്യയ്ക്ക് വരെ അന്ന് 3-4 അങ്ങോട്ട് മാറി കറപ്പിച്ചു ലാസ്റ്റ് LPCക്ക്. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സംഭവമാണ് ഇത്. ജസ്റ്റ് ഒരു കുത്തുക, എന്നിട്ട് പിന്നെ മാർക്ക് ചെയ്യുക. ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു 47 ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ISRO സ്ഥാപിച്ച വർഷം 48, ഓപ്ഷൻ എ 69. മുമ്പേ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ISRO. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് 49B. ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം 50A ബീഹാർ. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓപ്ഷൻ ഡി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയുടെ ദൗത്യം. ഇന്നലത്തെ ചോദ്യപേപ്പറിനകത്തും ഉണ്ടല്ലോ ഇത്. ആദിത്യ L1. ചെറിയ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? 53C ചെവി. 54 ആൻസർ ഈസ് ഓപ്ഷൻ ബി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 നിശാന്തത. ബെറിബറി വൈറ്റമിൻ B1 ആണോ? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് വർണ്ണാന്തത ഉണ്ടാവുന്നത്. അല്ല, ബെർബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു.
1ഉം 4ഉം ആണ് ശരി. വർണ്ണാന്തത എന്തുകൊണ്ടാ? കോശങ്ങളുടെ വ്യത്യാസം കൊണ്ട് അല്ലെ? കോശങ്ങളിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി മൂലമാണ്. ഓട്ടോപ്സി. ബുദ്ധിമാന്റെ നെല്ല്. ഓപ്ഷൻ എ പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഓപ്ഷൻ ഡി ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ. ഞാൻ എന്നിട്ടത് നോക്കുവാ, ലക്ഷദ്വീപ് ഒന്നും കാണുന്നില്ലല്ലോ ഓപ്ഷനകത്ത്. കൂട്ടുകാരുണ്ടല്ലോ, സമാധാനം. അപ്പൊ നിങ്ങളും പകുതി ക്വസ്റ്റ്യൻ വായിക്കുന്നുള്ളെന്ന് അർത്ഥം. പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, +2 ലെവൽസിന്റെ. ഉച്ചയ്ക്ക് 599 ആണ് പ്രൈസ്. യൂട്യൂബ് വഴി കാണുന്നവരൊക്കെ ജോയിൻ ചെയ്താൽ മതി. ലാസ്റ്റിൽ നമ്പർ കാണിക്കുക അതിനകത്ത്, അതിൽ മെസ്സേജ് ചെയ്തു. 2:30 മുതൽ 3:30 വരെ ക്ലാസ്. 61 വരെ ഉണ്ടല്ലേ ക്വസ്റ്റ്യൻ? നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? 60 പറയുന്നത് എന്തോ തെറ്റിപ്പോയാണോ? 58D അരുൺ അലോഷ്യസ്. പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം? എ ബാർക്ക്. താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ. താപത്തിന്റെ SI യൂണിറ്റ് ഫാരൻഹീറ്റ്. താപനിലയുടെ യൂണിറ്റ് സെൽഷ്യസ്. SI യൂണിറ്റ് കെൽവിൻ. ശരി, 1ഉം 4ഉം. തെറ്റായ ജോഡി. പവർ വാട്ട്, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ, ബലം പാസ്കൽ. 61 ഡി മർദ്ദം പാസ്കൽ. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അലൂമിനിയം കിട്ടിയാൽ മതി. അലൂമിനിയത്തിന്റെ ധാതു? ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം? തെർമോപ്ലാസ്റ്റിക്. 63D ബേക്കലൈറ്റ്.
കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന ന്യൂനതകൾ ഏതൊക്കെ? 64 ഓപ്ഷൻ സി. 2ഉം 3ഉം കോൺവെക്സ്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. ടെൻത്ത് ലെവലായിട്ടും നമ്മൾ നല്ല ടൈം എടുക്കുന്നുണ്ട് ഇന്നത്തെ ചോദ്യ പേപ്പറിന്. എല്ലാം കുറെയൊക്കെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് സെപ്റ്റിമിയാസ് അവാർഡ്സ് (2023) സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് വേദിയായ നഗരം? ഓപ്ഷൻ സി കോയമ്പത്തൂർ ആണ്. അടുത്തത് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ. കോളറ മലിനജലത്തിലൂടെ അല്ലെ? ചിക്കൻഗുനിയ വായുവിൽ കൂടിയോ? കൊതുക് മൂലം. ക്ഷയരോഗം വായുവിൽ കൂടി. കണ്ടോ, നോക്കിക്ക് എത്ര രോഗങ്ങളാണ് PSC ചോദിക്കുന്നത്. ഇന്നലെ ഞാൻ 2:30-ക്ക് പറഞ്ഞില്ലേ, മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് രോഗങ്ങളെ കാണാനുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ സി അനോഫിലസ് പെൺകൊതുക്. 69 ഓപ്ഷൻ എ. ഒന്ന് മാത്രം ശരി. ക്ഷയം BCG. പ്രതിരോധ വാക്സിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഏത്? ഇരുമ്പ്. ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? 71 ഡി ഹീമോഫീലിയ. ഹീമോഫീലിയ. ഏത് ദിവസം? ഓഗസ്റ്റ് 13. എഴുതി കഴിഞ്ഞോ? അവയവദാനമായി ബന്ധപ്പെട്ട് മൃതസഞ്ജീവനി, അശ്വമേധം, കുഷ്ഠം, നിപ്പ, വവ്വാൽ. ആതിഥേയ ജനിതക സംവിധാനം? 75 ഓപ്ഷൻ ഡി വൈറസ്.
ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? 76. സി അലോപ്പതി. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി 77. എ വിമുക്തി. ഇൻഷുറൻസ് പദ്ധതി 78. സി മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന പദ്ധതിയുടെ പേര് 79. ഓപ്ഷൻ സി പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? 80. ഡി മോഹൻലാൽ. അപ്പൊ അത്രയും കണ്ടന്റ് എത്ര ശരി എത്ര തെറ്റെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും മെയിൻസുമായി ബന്ധപ്പെട്ട പേപ്പർ 1ഉം പേപ്പർ 2ഉം അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. മാത്സ് ഇല്ല, ബാലൻസ് എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് ബാച്ച് മുതൽ നമ്മളെല്ലാം മാത്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ GK സയൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള 10th ലെവൽ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 500 രൂപയാണ് 10 മാസത്തേക്ക്. ഇത് GK സയൻസും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. അത്ര മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും അഡീഷണൽ. അതിനകത്ത് SCRT NCRT എല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇനി അഡീഷണലി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, അതിനുള്ള ടൈമും ഇല്ല. എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. 12:30 PM ആണ്. OMR ആണ്. കൃത്യമായിട്ട് OMR പേപ്പർ കൊണ്ടുവന്നിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് കമ്പൈൻഡ് ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. then +2 ലെവൽസിന്റെ പുതിയ ക്ലാസ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 599 ആണ്. അവിടെ GKയും സയൻസും ഓറിയന്റ് ചെയ്തിട്ടാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. വെറുതെ ഇങ്ങനെ ഒത്തിരിയും ടൈം കളയേണ്ടതില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് SCRTയുടെ PDF സോഷ്യൽ സയൻസിന്റെ ക്രോപ്ഡ് ടെക്സ്റ്റ്, അതായത് നിങ്ങൾക്ക് മൊബൈലിൽ കറക്റ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള വേണമെങ്കിൽ 99 രൂപയാണ്. ദെൻ ഇത് രണ്ടിന്റെയും കോംബോ ഓഫർ ഉണ്ട്. 799 രൂപയാണെങ്കിൽ 10th ലെവലും +2 ലെവലും. രാവിലെ ഇത് 11 മണിക്കും ഇത് 2:30ക്കുമാണ് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ OMRന്റെ ക്ലാസ് എല്ലാ ദിവസവും 12:30ക്കും ആണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 799 ആണ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ എന്തേ? രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ പറയും. നോക്കിയോ? മാർക്ക് കൂട്ടിയില്ലേ? 67 80. ഇന്ന് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ. സഫിയ 73. എത്ര പെർസെന്റേജ് എന്ന് നോക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, ഇപ്പൊ ആദ്യം ശരിയും തെറ്റും പറയുക, അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെന്റേജ് കൂടെ നോക്കൂ. 80ൽ എത്ര ഉണ്ടെന്നുള്ളത്. നിമിഷ 64, അശ്വതി 66, സജ്ജിന 63, ധനിക 59, ഷാബിൻ 76, സനു 75, ബിന്ദുജ 60, ശില്പ 89. അയ്യോ, ഞാൻ 89 മാർക്കോ? 80ല് എത്ര മാർക്ക്? 71. ധനുഷ 64, 62 ടിൽന, ഖദീജ 69, നിഖിൽ 60 മാർക്കാണോ? 70.66. ഓക്കെ. പ്രജീഷ് 60, വിഷ്ണുപ്രിയ 64. വാട്ട് യു ഫീൽ? എന്ത് തോന്നുന്നു? ബെറ്റർ ആയിട്ടുണ്ടോ? കല്യാണിക്കുട്ടി 67%. മാർക്ക് എത്രയാണോ? 65. 81.67. അതായത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്ന് കുറെ കൂടെ തെറ്റിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു, സിമ്പിൾ ആയതുകൊണ്ട്. 91. പെർസെന്റേജ് ഒന്ന് നോക്കിക്കുക. അതാണ് നിങ്ങളുടെ കറക്റ്റ് പെർസെന്റേജ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട. ഇച്ചിരി വ്യത്യാസം വന്നിട്ടില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ കയറി പോകും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാട്. അബദ്ധങ്ങൾ പറ്റും. അറിയാത്ത കൊണ്ടല്ല, അബദ്ധങ്ങൾ പറ്റി മാർക്ക് 3-4 എണ്ണം കുറയും. അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ശരി, ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് സിജി ബിജോസ് അക്കാദമിയിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എന്താണ് പറയാനുള്ളത്? നാളെ കാണാം. നമുക്ക് പബ്ലിക് ഹോളിഡേയിൽ ക്ലാസ് ഇല്ലായിരിക്കും. ഓഗസ്റ്റ് 15 ക്ലാസ് ഇല്ല കേട്ടോ. താങ്ക് യു. ഫയൽ വന്നു എന്ന് പറയണേ, ഒരു സെക്കൻഡ്.